ഇന്നേ ഇന്ന് വീട്ടിൽ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉള്ളൊരു ദിവസമായിരുന്നു. എന്നാൽ പിന്നെ ഇന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി നോക്കിയാലോ? അതിനായിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നേർങ്ങനെ അരിഞ്ഞ് വെച്ച് ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ തക്കാളി നല്ലോണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത് ഇതിലതൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇനി ഈ പൊടികൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് റോസ്റ്റ് ചെയ്ത ഉള്ളിയില്ലേ, അതാണ്. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ച് ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ചിക്കൻ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ആഡ് ചെയ്ത് അതിനെ അവിടുന്ന് കുക്കാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റൈസിൻ്റെ പരിപാടി നോക്കാം. ഞാൻ ഉള്ളി റോസ്റ്റ് ചെയ്ത് അതേ പാനിൽ തന്നെ കേട്ടോ റൈസ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അരി ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ കുറച്ച് പേസ്റ്റാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ മസാല നോക്കുമ്പം ഏകദേശം കുക്കായിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് ഈ അരിയിലോട്ടേക്ക് ഇടുക കേട്ടോ. അത് ഈ റൈസിന് നല്ല ഫ്ലേവർ കിട്ടും എന്തായാലും. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം എല്ലാം ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഞാൻ ഈ മസാലേൻ്റെ മേലെ നമ്മുടെ റൈസ് ഇട്ട് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം.